വെൽക്കം. ഞാൻ കൃഷ്ലിച്ചേഷ്. നമ്മളൊരു 2 വാക്ക് മാത്രമേ നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നുള്ളൂ. ആ വാക്കാണ് ടാർഗറ്റ് ആൻഡ് സ്റ്റോപ്പ് ലോസ്. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഡിസ്ക്ലൈമർ. നമ്മൾ വീണ്ടും ആ ഒരൊറ്റ വാക്ക് തന്നെയാണ് പറയുന്നത്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് വാല്യൂസ്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രേഡിംഗ്. അത് പ്രൊഡക്റ്റിന്റെ മുകളിലാണെങ്കിൽ കമ്മോഡിറ്റി ട്രേഡിംഗ്, സ്റ്റോക്കിന്റെ മുകളിലാണെങ്കിൽ സ്റ്റോക്ക് ട്രേഡിംഗ്, കറൻസിയുടെ മുകളിലാണെങ്കിൽ കറൻസി ട്രേഡിംഗ്, ക്രിപ്റ്റോന്റെ മുകളിലാണെങ്കിൽ ക്രിപ്റ്റോ ട്രേഡിംഗ്, ഫോറക്സിന്റെ മുകളിലാണെങ്കിൽ ഫോറക്സ് ട്രേഡിംഗ്, ഫ്യൂച്ചറിന്റെ മുകളിലാണെങ്കിൽ ഫ്യൂച്ചർ ട്രേഡിംഗ്, ഓപ്ഷന്റെ മുകളിലാണെങ്കിൽ ഓപ്ഷൻ ട്രേഡിംഗ്. ആൻഡ് ഓൾസോ നമ്മൾ പറഞ്ഞു ബൈയിങ് ആൻഡ് ബൈ ചെയ്തിട്ട് സെല് ചെയ്യാൻ മാത്രമല്ല, സെല് ചെയ്തിട്ട് ബൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി എവിടെയുണ്ട്? ട്രേഡിംഗിലുണ്ട്. ഓക്കെ, അപ്പൊ മാർക്കറ്റിൽ വില മുകളിലേക്ക് കയറുന്നു അല്ലെങ്കിൽ മാർക്കറ്റ് ലാഭത്തിലാവുന്നു. ഈ സമയത്ത് നമ്മൾ ലാഭം എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രേഡിംഗ് രീതി എങ്ങനെയാണ്? ആദ്യം ബൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ സെല് ചെയ്യുന്നു. ഈ ഒരു രീതിയെ നമ്മൾ പറയുന്ന പേര് ലോങ് ബൈ ഓർ ലോങ്. ഞാനിപ്പോ ലോങ്ങിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാനിപ്പോ ഒരു ബൈ വാങ്ങിച്ച്, ഒരു വാല്യൂ ബൈ വാങ്ങിച്ച് ഞാൻ മാർക്കറ്റ് മുകളിലേക്ക് കയറി വരാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് ലോങ്. ഞാൻ ലോങ്ങിലാണ് എന്നുള്ളതിന്റെ അർത്ഥം. ഷോർട്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഷോർട്ട് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ ആദ്യം സെല് ചെയ്തിട്ട് പിന്നെ അതിനെ തിരിച്ച് ബൈ ചെയ്തിട്ട് നമ്മൾ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയെ നമ്മൾ പറയുന്ന പേരാണ് ഷോർട്ട് സെല്ലിംഗ്. ആദ്യം സെല് ചെയ്യുക, പിന്നെ ബൈ ചെയ്യുക, എന്നിട്ട് നമ്മൾ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഈ ഒരു രീതിയെ നമ്മൾ പറയുന്ന പേരാണ് ഷോർട്ട് സെല്ലിംഗ്. അപ്പൊ ഞാൻ ഒരു ഷോർട്ട് പൊസിഷനിലാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു വാല്യൂ ഞാൻ സെല് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ലോങ്ങിലാണെന്ന് പറഞ്ഞാൽ ഞാൻ ബൈ ചെയ്തിട്ട് സെല് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മാർക്കറ്റ് മുകളിലേക്ക് വരുന്നുള്ള പ്രതീക്ഷയില്. ആൻഡ് ഞാൻ ഷോർട്ടിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ സെല് ചെയ്തിട്ട് ബൈ ചെയ്യാനുള്ള പ്രതീക്ഷയിലാണ് മാർക്കറ്റ് താഴേക്ക് വരുന്നത് വിചാരിച്ചിട്ട്. കറക്റ്റ് ആയോ? അപ്പൊ ഇതാണ് 2 വാക്ക്, ലോങ് ആൻഡ് ഷോർട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബൈ ചെയ്ത് വെക്കുന്നു. ഇത് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമുക്കത് ലാഭത്തിൽ സെല് ചെയ്യാം. ഇനിയല്ല ഇത് തിരിച്ച് താഴേക്കാണ് വരുന്നതെങ്കിൽ നമുക്കത് എന്ത് ചെയ്യേണ്ടി വരും? നഷ്ടത്തിൽ നമുക്ക് സെല് ചെയ്യേണ്ടി വരും. നമ്മൾ ലാഭത്തിൽ വരുന്ന ഈ ഒരു വാല്യൂ, അപ്പൊ ലാഭത്തിൽ വിൽക്കുന്ന ആ ഒരു വാല്യൂവിനെ നമ്മൾ പറയുന്ന പേരാണ് ടാർഗറ്റ്. അതുപോലെ നഷ്ടത്തിൽ വിൽക്കുന്ന വാല്യൂവിനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റോപ്പ് ലോസ്. അതായത് ഒരു ലോങ് പൊസിഷനിൽ ടാർഗറ്റ് മുകളിലും സ്റ്റോപ്പ് ലോസ് എവിടെയുമായിരിക്കും? താഴെയും ആയിരിക്കും. ഓക്കെ, ഇനി ഷോർട്ടിലാണെങ്കിൽ, സെല്ലിലാണെങ്കിൽ നമുക്ക് തിരിച്ചാണ്. സെല്ലിലാണെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വന്ന് നമ്മളത് തിരിച്ച് ബൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ലാഭം ഉണ്ടാവുന്നത്. ഇനിയല്ല സെല്ല് ചെയ്തതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്കാണ് പോയതെങ്കിൽ നമുക്ക് എന്താണ് ഉണ്ടാവുക? നഷ്ടമാണ് ഉണ്ടാവുക. അപ്പോ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് ടാർഗറ്റ്. അതേപോലെ ലോസ് ബുക്ക് ചെയ്യുന്ന ആ ഒരു പോയിന്റിന്റെ പേരാണ് SL, സ്റ്റോപ്പ് ലോസ്. അതായത് എന്റെ പൊസിഷൻ ടാർഗറ്റ് അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. എന്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാൻ ലോസ് ബുക്ക് ചെയ്തു എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, സ്റ്റോപ്പ് ലോസ് ഒരു മോശം വാക്കല്ല. എന്റെ SL അടിച്ചു അല്ലെങ്കിൽ എന്റെ SL ട്രിഗർ ആയി എന്നാ പറയാ. ടാർഗറ്റ് ബുക്ക് ചെയ്തു എന്നും SL ട്രിഗർ ആയി എന്നും പറയാ. സോ SL അടിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് നഷ്ടം വന്നു എന്നുള്ള രീതിയിൽ നമ്മൾ കാണാൻ പാടില്ല. നമ്മൾ നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് നഷ്ടം ലിമിറ്റ് ചെയ്തു. നമ്മളൊരു ട്രേഡർ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താണെന്നറിയോ? സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ അതിന്റെ പ്രാക്ടീസ് നമുക്ക് വരുന്ന വീഡിയോസിൽ നമുക്ക് വരും. ഒരു ഇൻട്രാഡേ ട്രേഡിംഗ് നിങ്ങൾ ഓൾറെഡി ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ പഠിച്ച പോലെ നല്ല ട്രേഡിംഗ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ട്രേഡിംഗ് പ്രാക്ടീസ് ചെയ്യേണ്ട രീതിയൊക്കെ നമ്മൾ ഇനിയിപ്പോ കൊണ്ടുവരാം. അപ്പൊ അത് കണ്ണടച്ച് ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ അങ്ങനെയാണ് നമ്മൾ ട്രേഡിംഗ് പ്രാക്ടീസ് ചെയ്യേണ്ട രീതി. ഇങ്ങനെയൊന്നല്ല. ഓക്കെ, അതെന്തായാലും അവിടെ നിൽക്കട്ടെ. ബൈ ചെയ്ത ഒരു പൊസിഷൻ, ഒരു ലോങ് പൊസിഷൻ, അത് മാർക്കറ്റ് മുകളിലേക്കാണ് വന്നതെങ്കിൽ നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്യും. അല്ല തിരിച്ച് താഴേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ അതിന്റെ ലോസ് ബുക്ക് ചെയ്യും. അതിന് സ്റ്റോപ്പ് ലോസ് എന്ന് പറയും. നമ്മളൊരു ഷോർട്ട് സെല്ലിംഗ് പൊസിഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ നമുക്ക് മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, ടാർഗറ്റ് ബുക്ക് ചെയ്യും. അതുപോലെ തന്നെ തിരിച്ച് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ച വാക്കുകൾ: ലോങ്, ഷോർട്ട്, ടാർഗറ്റ് ആൻഡ് സ്റ്റോപ്പ് ലോസ്. ബൈ ചെയ്താൽ മുകളിലേക്ക് ലാഭം, താഴേക്ക് നഷ്ടം. സെല്ല് ചെയ്താൽ മുകളിലേക്ക് നഷ്ടം, താഴേക്ക് ലാഭം. നമ്മുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പ്രിയപ്പെട്ടവർക്കായിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ പ്രീമിയം കോഴ്സസിന്റെ ലിങ്ക് നമ്മൾ താഴെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്കൊരു കോഴ്സിന്റെ ഒരു കണ്ടന്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീ നിങ്ങൾക്ക് അയക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും
ഗുഡ് ഡേ, ഹാപ്പി ട്രേഡിംഗ്. താങ്ക് യു.